അറ്റകുറ്റപ്പണികൾക്കായി തുറന്ന കല്ലാർകുട്ടി അണക്കെട്ട് ഇന്ന് അടയ്ക്കും. ജലവൈദ്യുതി നിലയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ മുഖത്തെ ട്രാഷ് റാക്ക് പൂർണ്ണമായും നീക്കാതെയാണ് അറ്റകുറ്റപ്പണികൾ അവസാനിപ്പിക്കുന്നത്. ചെളി നിറഞ്ഞ സംഭരണശേഷി പകുതിയായി കുറഞ്ഞ ഡാമിൽ മണൽ വാരാൻ അനുമതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. 1961 കല്ലാർകുട്ടി അണക്കെട്ട് കമ്മീഷൻ ചെയ്യുന്നത്. ഇവിടെ നിന്ന് നേരിമംഗലം ജലവൈദ്യുത നിലയത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണൽ മുഖത്ത് അരിപ്പ് പോലെ പ്രവർത്തിക്കുന്ന ട്രാഷ് റാക്കിൽ അതിനുശേഷം അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നില്ല. ട്രാഷ് റാക്കിൽ ചെളിയും മണ്ണും നിറഞ്ഞ് തുരുമ്പെടുത്ത് നശിച്ചതോടെ ഇത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചു. ഇതിനെ തുടർന്നാണ് കല്ലാർകുട്ടി ഡാം വറ്റിച്ച് ട്രാഷ് റാക്ക് മാറ്റാൻ ആരംഭിച്ചത്. എന്നാൽ ചെളിയും മണ്ണും നിറഞ്ഞ് മൂടിയതിനാൽ ഏറ്റവും അടിയിലെ 10 അടി നീളമുള്ള 4 ട്രാഷ് റാക്കുകൾ മാറ്റാൻ കഴിഞ്ഞില്ല. ചെളി നീക്കി ഇത് മാറ്റുന്നതിന് കൂടുതൽ സമയം എടുക്കുമെന്നതിനാൽ അതിനു മുകളിലെ അരിപ്പകൾ മാത്രമാണ് നീക്കിയത്. റിസർവറിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു, അടിയിലൊക്കെ ഒത്തിരി ചെളിയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ബാത്മെട്രിക് സർവേ നടത്തി അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ആയിട്ടുണ്ട്. ബാത്മെട്രിക് സർവേ കഴിയാൻ നേരത്ത് ഇത് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യും. ആ സമയത്താണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള മെയിൻ്റനൻസ് നടക്കുകയുള്ളൂ. ഡാമിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ 5 ജലവൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഇതിലൂടെ പ്രതിദിനം 10 കോടി രൂപയാണ് ബോർഡിന് നഷ്ടം. അതേസമയം 2018 പ്രളയത്തിന് ശേഷം ചെളിയും മണ്ണും അടിഞ്ഞ് ഡാമിന്റെ സംഭരണശേഷിയുടെ 40% മൂടിയിട്ടുണ്ട്. അതിനാൽ ഇത് വൈദ്യുതി ഉൽപ്പാദനത്തെയും ബാധിച്ചു. ഡാമിൽ അടിഞ്ഞുകൂടിയ മണൽ വാരാൻ അനുമതി നൽകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. 4 ലക്ഷം രൂപ മുടക്കിയ പെര പണിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മണൽ കോരാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഈ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു 100 കണക്കിന് ഇവിടുത്തെ ജീവനക്കാർ, അതായത് തൊഴിലാളികൾ, മണൽ വാരുന്ന തൊഴിലാളികളും മണൽ കൊണ്ടുപോകുന്ന വണ്ടിക്കാർ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ കല്ലർ ഡാം കൊണ്ട് തന്നെ കഴിയാം. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം വേറൊന്നുമല്ല, നിയമപരമായിട്ട് ഇത് മണൽ വാരാനുള്ള സംവിധാനം അധികാരികൾ ഉണ്ടാക്കണം. ഇപ്പോൾ രാത്രികാലങ്ങളിൽ ഡാമിൽ നിന്ന് അനധികൃതമായി മണൽ വാരിക്കടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.